നാട്ടുവഴികളിൽ കാട്ടാന എത്തിയതോടെ ഉറക്കം പോലും കളഞ്ഞ് കാവലിരിക്കുകയാണ് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപമുള്ള കടവൂർ നിവാസികൾ. ഇന്നലെ ഒരു ദിവസം മാത്രം എറണാകുളം, ഇടുക്കി ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിലെ 4 പഞ്ചായത്തുകളിലാണ് കാട്ടാന ഭീതി വിതച്ചത്. ഒരു രാത്രി മുഴുവൻ ജനവാസ മേഖലയിൽ ചെലവഴിച്ച കാട്ടാന കാട് കയറിയത് പിറ്റേന്ന് ഉച്ചയോടെ. വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി അവിചാരിതമായി കണ്ടതാണ് 2 കാട്ടാനകളെ. പൈങ്ങോട്ടുകാർക്ക് ഇത് വിശ്വസിക്കാനാകുന്നതായിരുന്നില്ല. കാരണം ഇന്നാട്ടിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. അറിഞ്ഞവർ മറ്റുള്ളവരെ അറിയിച്ചു. ചിലരത് തള്ളിക്കളഞ്ഞു, ചിലർ തപ്പിയിറങ്ങി. രാത്രി 11 മണിക്ക് തുടങ്ങിയ കാട്ടാനയ്ക്ക് പിന്നാലെയുള്ള പായൽ അവസാനിക്കുന്നത് പിറ്റേന്ന് ഉച്ചയ്ക്കാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട്, കുമാരമംഗലം പഞ്ചായത്തിലെ പയ്യാവൽ, പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ. കാട്ടാനയെക്കുറിച്ച് പത്രത്തിൽ വായിച്ചും പറഞ്ഞും കേട്ടും മാത്രം ശീലമുള്ളവർക്ക് അത് ഒരു ഭീതിയായി മുന്നിൽ നിന്നു. കാട്ടാനയെ പോയിട്ട് കാട്ടുകുരങ്ങിനെ പോലും കണ്ടതായിട്ട് കടവൂരിലുള്ള പഴമക്കാർ പോലും പറഞ്ഞ ഇന്നാട്ടുകാർ കേട്ടിട്ടില്ല. അപ്പോൾ ഈ കാട്ടാനയെല്ലാം എവിടെ നിന്ന് വരുന്നു? മുള്ളരിങ്ങാട് വനത്തിലേക്ക് 2 വർഷം മുമ്പാണ് കാട്ടാനകൾ എത്തിയതായി കരുതപ്പെടുന്നത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയതായി ഇതുവരെ കേട്ടിരുന്നില്ല. ഇതുവരെ അങ്ങനെ ആന ഇറങ്ങിയിട്ടില്ല. ആന ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം 1 വർഷം 2 വർഷമായിട്ട് വരാറുണ്ട് സ്ഥിരം. പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാറില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് വന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ സൈഡിലേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് 2 ആന. അത് രാത്രി 11 മണിക്ക് വന്ന് ഇതിലെല്ലാം കൃഷി നശിപ്പിച്ച് ഇതിൽ പോയി ജനങ്ങൾക്ക് ആകെ ഭീതി പരത്തി. എല്ലാം ഭയങ്കര ഭീതിയിലാണ് ജനങ്ങളെല്ലാം. കാർഷിക മേഖലയാണ് കടവൂരും പയ്യാവലും. പൈനാപ്പിൾ, റബ്ബർ, വാഴ, കവുങ്ങ്, തെങ്ങ്, റംബൂട്ടാൻ. വഴിതെറ്റിയാണെങ്കിലും ആ വഴിയെത്തിയ 2 കാട്ടാനകളും മേഖലയിൽ മൊത്തത്തിൽ ഭീതി പരത്തി. ഉഴുതുമറിച്ച പോലെയാണ് പല പാടങ്ങളും. ആന വരാൻ സാധ്യത കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കിട്ടണമെന്നാണ് നോക്കി ആനനെ ഓടിച്ചു വിടണം, അപ്പുറം കടത്തി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുഴയും തോടും കിടങ്ങുകളും കടന്നാണ് ആനകൾ എത്തിയിട്ടുള്ളത്. തോപ്പിലെ വാഴകൾ തകർത്ത് മറ്റിടങ്ങളിലേക്ക് ചേക്കേറി. വിഭവസമൃദ്ധമായി തീറ്റ കിട്ടും എന്നുറപ്പാക്കിയാണ് കൊമ്പന്മാർ കൂടുവിട്ടത്. ഇനി അവർ കൂട്ടമായി എത്തും. അത് ആ നാട്ടുകാരുടെ പേടിയാണ്. തീർച്ചയായിട്ടും ആളുകൾ ഭീതിയിലാണ്. കാര്യം 2-3 വർഷങ്ങളായിട്ട് ആന കാട്ടിലുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് കടവൂരിലെ മാത്രം പ്രശ്നമല്ല. തൊടുപുഴ നഗരത്തിൽ നിന്ന് അധികം ദൂരത്തല്ല ഈ പ്രദേശം. കോതമംഗലം പട്ടണത്തിൽ നിന്ന് ദൂരത്തല്ലാത്ത കീരമ്പാറയിലും അടിമാലിക്ക് സമീപം വെള്ളത്തൂവലിലും നാളിതുവരെയായി കാട്ടാന എത്താത്ത ഇടങ്ങളിലാണ് നാശം വിതച്ചത്. 25 സ്ക്വയർ കിലോമീറ്റർ എന്നതാണ് ഒരു കാട്ടാനയ്ക്ക് വേണ്ട ഏകദേശ സ്ഥലം. കേരളത്തിൽ 7000-ലധികം കാട്ടാനകൾ ഉണ്ട് എന്നാണ് കണക്ക്. ആനകൾക്ക് മതിയായ ഇടം വനമേഖലയിൽ പോലും ഇല്ല എന്നത് വ്യക്തം. അതിനു പുറമെയാണ് ആവാസ വ്യവസ്ഥയും തീറ്റയും. ഇര തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളുടെ എണ്ണം വരും വർഷങ്ങളിലും വർദ്ധിക്കും. ജനവാസ മേഖലകളിൽ ഇനിയും വന്യജീവികളെ കാണും. നാളിതുവരെ കാണാത്ത ഇടങ്ങളിൽ കാണാത്ത ജീവികളെ ജനം കണ്ട് ഭയക്കും. ഇവിടെ ആവശ്യം ഇടപെടലാണ്. കാടും പുഴയും കടന്ന് ഈ മഴക്കാലത്ത് പോലും കാട്ടാന ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ വരുന്ന വേനൽക്കാലത്ത് കൃഷിയിടമായ ഇവിടേക്ക് കാട്ടാന കൂട്ടമായി എത്തും എന്നതിൽ ഇന്നാട്ടുകാർക്ക് സംശയമൊന്നുമില്ല. ഇടപെടേണ്ടത് വനം വകുപ്പാണ്. ശാശ്വത പരിഹാരത്തിനായി. ലാൽകൃഷ്ണൻ, 24, തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. വനാതിർത്തിയിലല്ല വീടെന്ന് ആശ്വസിച്ചിരുന്നവർക്ക് വലിയ ഞെട്ടലാണ്, ആശങ്കയാണിത്. ആനകൾക്ക് അപ്രാപ്യമായ ദൂരമൊന്നുമല്ല നമ്മുടെ വീടുകൾ ഇരിക്കുന്നത് എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവങ്ങൾ.